നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിന്നെ തഴഞ്ഞവരെയും നീ ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതിരുന്നിട്ടും നിന്നെ സഹായിച്ചവരെയും ഒരിക്കലും മറക്കരുത്. ഓർത്തു വയ്ക്കുക. നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് കരുതി നെഞ്ചോട് ചേർക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആലോചിക്കുക, അവർക്ക് പ്രിയപ്പെട്ടത് നമ്മളാണോ എന്ന്. ആരെയും എന്തും പറയാം എന്ന് കരുതരുത്. ചിലപ്പോൾ അവർ പ്രതികരിച്ചു എന്ന് വരില്ല. എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി നെഞ്ച് പിടഞ്ഞ് കരയുന്ന അവരുടെ കണ്ണുനീരിന് ദൈവം പകരം വീട്ടുന്ന ഒരു ദിവസമുണ്ടാകും. നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സുകൂടെ ഉണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് സ്നേഹം. വിശ്വാസം കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. പരസ്പര വിശ്വാസമില്ലെങ്കിൽ ഏതൊരു പ്രതിസന്ധിയും നമുക്ക് നേരിടാൻ കഴിയില്ല. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. വഴക്ക് കൂടാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടും. എന്നാൽ വഴക്കില്ലാതെ അടുപ്പത്തോടെ ഇരിക്കാൻ ഒരു കാരണം എപ്പോഴും നമ്മൾ കണ്ടെത്തണം. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന, ആവശ്യങ്ങൾക്ക് മാത്രം നമ്മിലേക്ക് വരുന്ന, തിരിച്ചൊരു സുഖവിവരങ്ങളും തിരക്കാത്ത സൗഹൃദമായാലും പ്രണയമായാലും മറ്റേത് ബന്ധങ്ങളായാലും നമ്മൾ അവർക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന് കൂടിയാണ്. നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം നമ്മുടെ മാർഗങ്ങളാണ്. ആദ്യം മാർഗങ്ങളെ പൊളിച്ചു പണിയുക, പിന്നീട് പരിശ്രമിക്കുക. വിജയം നമ്മിലേക്ക് വരും. ഇന്ന് നിന്നെ അവഗണിച്ചവർ, ഇന്ന് നിന്നെ പരിഹസിച്ചവർ, ഇന്ന് നിന്നെ ഒഴിവാക്കിയവർ ഒരിക്കൽ നിന്നെ തേടി വരും. അപ്പോൾ അവരെ ചിരിച്ചുകൊണ്ട് ഒഴിവാക്കണം. കാരണം അത് നിന്റെ വിജയമാണ്. വിജയകരമായ ജീവിതത്തേക്കാൾ സംതൃപ്തമായ ജീവിതമാണ് നല്ലത്. കാരണം മറ്റുള്ളവരാണ് നമ്മുടെ വിജയം അളക്കുന്നത്. എന്നാൽ നമ്മുടെ സ്വന്തം മനസ്സാണ് നമ്മുടെ സംതൃപ്തി അളക്കുന്നത്. സ്നേഹിക്കാൻ ഒരു കുടുംബവും കുറച്ച് നല്ല കൂട്ടുകാരും തല ചായ്ക്കാൻ ഒരു വീടും ഉണ്ടെങ്കിൽ അതും സമ്പന്നതയാണ്. മനോഹരമായ മുഖത്തിന് പ്രായമാകും, തികഞ്ഞ ശരീരം മാറും. എന്നാൽ മനോഹരമായ മനസ്സ് എപ്പോഴും മനോഹരമായിരിക്കും. ഒരു വ്യക്തിയുടെ അറിവില്ലായ്മയുടെ തുടക്കമാണ് എനിക്ക് എല്ലാം അറിയാമെന്ന ഭാവം. കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മൾ പലതും ചെയ്യുന്നത് പോലെ ചിലതൊക്കെ ചെയ്യാതിരുന്നാലും മാത്രമേ കുടുംബ ബന്ധം നിലനിൽക്കുകയുള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മൾ അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നത്. നമ്മൾ അവരെ കൊല്ലുന്നതിന് സമമായി അവർക്കത് തോന്നും. കോപം മനുഷ്യൻ്റെ ശത്രുവാണ്. നിന്നെ സ്നേഹിക്കുന്നവരെ പോലും അത് നിന്നിൽ നിന്നും അകറ്റും. എന്നാൽ ക്ഷമ ജീവിതത്തിൽ നല്ല ശീലങ്ങളിലൊന്നാണ്. അത് മനുഷ്യന് ഒരു അലങ്കാരമാണ്. ശത്രുവിനെ പോലും തൻ്റെ സ്നേഹിതനാക്കാൻ ക്ഷമയുള്ളവന് കഴിയും. പറക്കുക, മുകളിൽ ആകാശം ഉള്ളിടത്തോളമല്ല, ഉള്ളിൽ ആകാശം ഉള്ളിടത്തോളം. നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെയാകണം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം. എങ്കിൽ ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും.